പങ്കെടുത്തത്. ഇതാ ഇപ്പോൾ നരേന്ദ്രമോദി അയോധ്യയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ റോഡ് ഷോ കടന്നുവരികയാണ്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അയോധ്യയിലൂടെ നരേന്ദ്രമോദി അയോധ്യയിൽ എത്തിയിരിക്കുന്നു. വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ റോഡിന്റെ ഇരുവശങ്ങളിലും ആളുകൾ കാത്തു നിൽക്കുന്നു പ്രധാനമന്ത്രിയെ കാണാൻ. പ്രധാനമന്ത്രിയുടെ വരവ്. പ്രധാനമന്ത്രിയാണ് അയോധ്യ സാധ്യമാക്കിയത്, ക്ഷേത്രം സാധ്യമാക്കിയത് എന്ന ഒരു വലിയ പ്രചരണം BJPയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അയോധ്യയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നതിനെ ആ തരത്തിൽ തന്നെ ആഘോഷിക്കപ്പെടുകയാണ്. ധ്വജാരോഹണം ഉടൻ തന്നെ നടക്കും. ക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരുകയാണ്. റോഡ് ഷോയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കടന്നുവരുന്നത്. പ്രധാനമന്ത്രി അയോധ്യയിലെത്തി അദ്ദേഹം റോഡ് ഷോയിലൂടെ കടന്നു വരികയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് എത്തും. വിമാനത്താവളത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലാണ് റോഡ് ഷോ അദ്ദേഹത്തിൻ്റെ വരവിൽ അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത് അയോധ്യയിലുണ്ട്. രഞ്ജിത്തൊക്കെ നിൽക്കുന്നതിന്റെ സമീപത്തു കൂടിയാണോ പ്രധാനമന്ത്രി കടന്നു പോകുന്നത്? എന്താണ് അവിടുത്തെ കാഴ്ചകൾ? തീർച്ചയായും സാക്കേത്ത് എന്ന് പറഞ്ഞ അയോധ്യ ക്ഷേത്രത്തിന് ഒരു 3 കിലോമീറ്റർ അകലെയുള്ള ഒരു PG കോളേജ് ഉണ്ട് സജിത്ത്. അവിടെയാണ് പ്രധാനമന്ത്രി വന്ന് ഇറങ്ങിയത്. അദ്ദേഹത്തിന് ഹെലിപാഡ് അവിടെ തയ്യാറാക്കിയിരുന്നു. അവിടെയൊക്കെ വലിയ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ്. അതിനുശേഷം അദ്ദേഹം അയോധ്യ ക്ഷേത്രത്തിലേക്ക് രാംപഥിലൂടെ അയോധ്യ ക്ഷേത്രത്തിന്റെ മുൻവശത്തുകൂടി നേരെ ആദ്യം വരുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള ഹനുമാൻ ഗഡിയിലാണ്. ഹനുമാൻ ഗർഹി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹനുമാന്റെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണത്. അവിടേക്ക് എത്തി അവിടെ ദർശനം നടത്തിയതിനു ശേഷമാകും രാംലല്ലയുടെ അടുത്തേക്ക് പോവുക എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രാംപഥിലൂടെ കടന്നു പോകുന്ന വഴികളിലൊക്കെ വലിയ ടൈറ്റ് സെക്യൂരിറ്റിയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല. അതിന്റെ സമീപത്തുള്ള ഒരു ഇടവഴിയിലാണ് നമ്മൾ ഉള്ളത്. ആ ഇടവഴിയിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ പോലീസുകാർ വലിയ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ അങ്ങോട്ടേക്ക് കടക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇതിലൂടെ കടന്നു പോകുന്ന ഒരു പക്ഷേ ഒരു ദൂരക്കാഴ്ച മാത്രം നമുക്ക് ലഭിച്ചേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇരുവശത്തുമായും സാധാരണ ആളുകൾ നിന്ന് അദ്ദേഹത്തിന് പുഷ്പവൃഷ്ടി നടത്തുന്ന പരിപാടിയൊക്കെ സാധാരണ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അത് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അദ്ദേഹം ഇപ്പോൾ റോഡ് ഷോ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പോൾ രാവിലെ 6 മണി മുതൽ തന്നെ പൂർണ്ണമായും കേന്ദ്ര സേനയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് അയോധ്യയും പരിസര പ്രദേശങ്ങളും. ഓരോ മേഖലയിലും വളരെ കൃത്യമായി തന്നെ പോലീസ് സന്നാഹങ്ങളുണ്ട്. തദ്ദേശീയരെ പോലും അകത്തേക്ക് കയറ്റിവിടുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ 7000 പാസുകൾ 7000 ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ പങ്കെടുക്കാനുള്ള പാസുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ബോളിവുഡ് നടന്മാരുണ്ട്, ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ തെണ്ടുൽക്കറും MS ധോണിയുമുണ്ട്. അവർക്ക്